മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ രണ്ട് മലയാളം പുസ്തകങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്, കാളിയും കറുത്തച്ഛനും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാളിയിൽ നിന്ന് തുടങ്ങാം. കാളി ബൈ അശ്വതി ശ്രീകാന്ത്. അപ്പൊ ഈ പുസ്തകം എന്റെ കയ്യിൽ കിട്ടുന്നത് വരെ എന്തുകൊണ്ടായിരിക്കാം ഈ പുസ്തകത്തിന് കാളി എന്ന പേര് എന്ന് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്തുകൊണ്ടായിരിക്കാം എന്നതിന്. കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് 9 പെൺ ജീവിതത്തെ കുറിച്ച് പറയുന്ന പുസ്തകമാണ്. അതായത് 9 കഥയാണ് ഇതിനകത്തുള്ളത്. ഷോർട്ട് സ്റ്റോറി എല്ലാം നമുക്ക് അപ്പപ്പൊ തന്നെ വായിച്ച് തീർക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു കഥ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കഥ വായിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റിംഗിൽ തന്നെ നമുക്ക് വായിച്ചു തീർക്കാം. അത്തരത്തിലുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഈ 9 കഥകളും വളരെ വ്യത്യാസമാണ്. പല കാലഘട്ടത്തിൽ പല കാഴ്ചപ്പാടിൽ വന്നിട്ടുള്ള പുസ്തകം. പല കാഴ്ചപ്പാടിലും കാലഘട്ടത്തിലും വന്നിരിക്കുന്ന ഈ 9 കഥകളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എന്നാലും ഇതിൽ നിന്ന് രണ്ടെണ്ണം എനിക്ക് എടുത്തു പറയണമെന്നുണ്ട്. രണ്ടും രണ്ട് കാലഘട്ടത്തിലും രണ്ട് പ്രായത്തിലുള്ള രണ്ട് സ്ത്രീകളുടെ കഥയാണ്. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, നമ്മൾ എവിടെയൊക്കെ കേട്ടു പോയിരുന്നിരുന്ന സൊസൈറ്റിയുടെ ഒരു ടാബോ അതിനെ ഭേദിച്ചുകൊണ്ടുള്ള ഒരു കഥയാണ് ആനിയമ്മയുടെ കഥ. കൊക്കൂൺ മുതൽ ആകാശം വരെ എന്ന ഒരു കഥയോട് കൂടിയാണ് നമ്മുടെ ഈ കാളി തുടങ്ങുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റോറി. അത് തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ആനിയമ്മയുടെ കഥ. ആനിയമ്മയുടെ കഥ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറെ സ്ത്രീകളൊക്കെ കുറെ ആളുകൾക്ക് വേണ്ടിയിട്ട് പലതും ത്യജിക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. അപ്പോ നമുക്ക് തന്നെ അറിയാം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതമല്ല, അത് മറ്റൊരാളുടെ ജീവിതമാണ് ജീവിച്ചു പോകുന്നതെന്ന്. അതിനെ ഭേദിച്ച് പിന്നീട് നമ്മൾക്ക് വേണ്ടി ജീവിക്കുകയും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്ന സമയം, അതാണ് ഈ ആനിയമ്മയുടെ കഥയിലൂടെ വന്നിരിക്കുന്നത്. അതെനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു സമയമായിരുന്നു അത് വായിച്ചപ്പോ. അതുപോലെ തന്നെ ഓൺ എയർ എന്ന് പറയുന്ന ഒരു കഥയും കൂടി ഇതിനകത്തുണ്ട്. 9 കഥകളില് 2 കഥകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓൺ എയർ RJ താരയുടെ കഥ പറയുന്നത്. നമ്മള് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ പേടിപ്പെടുത്തുന്ന ഒരു കഥയാണ് സോഷ്യൽ മീഡിയയുടെ വല്ലാത്തൊരു ഇൻഫ്ലുവൻസ്, അല്ലെ? അത് മോശമായും പോസിറ്റീവായിട്ടും വരുന്നുണ്ട്. അപ്പം മോശമായ രീതിയിൽ പെൺകുട്ടികൾ പല രീതിയിൽ നമ്മൾ നേരിട്ട് കാണാത്ത വ്യക്തികളെ സ്നേഹിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്ത് പിന്നീട് അത് ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരുപാട് സ്റ്റോറീസ് നമ്മൾ എന്നും നമ്മുടെ റിയൽ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു ഐ ഓപ്പണർ ആണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിലെ ഓൺ എയർ എന്ന് പറയുന്ന കഥ അത് എല്ലാവരും വായിച്ചിരിക്കണം. ഇന്നത്തെ കുട്ടികൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ്. കഥയല്ല അത്, ശരിക്കും നമ്മുടെ ചുറ്റിലും എവിടേക്കോ നടന്നു പോയിട്ടുള്ള ഒരു കഥയാണ്, കാര്യമാണ്, അല്ലെ? നമ്മുടെ ന്യൂസ് പേപ്പറിൽ നമ്മൾക്ക് അറിയാവുന്നത് സൂയിസൈഡായി 19കാരി മരിച്ചു, അല്ലെങ്കിൽ കൊലപാതകം നടന്നു, അവിടെ ആളെ കാണാനില്ല, അങ്ങനെയൊക്കെയുള്ള കഥകളെ നമുക്ക് അറിയുള്ളൂ. അതിന്റെ പിന്നാമ്പുറ കഥകൾ നമുക്ക് ഒരുപാടൊന്നും അറിയില്ല. അപ്പോ ഓൺ എയർ എന്ന് പറയുന്ന ഈ കാളിയിലെ ആ ഒരു കഥ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, മറ്റൊരു സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഈ 2 കഥകളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ 9 കഥകളും ഒന്നിനോടൊന്ന് മെച്ചമാണ്. എന്നാലും ഈ 2 കഥകൾ എനിക്ക് എടുത്തു പറയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോ കാളി എന്ന പുസ്തകം ഇതുവരെ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കുക. അധികം സമയം നമുക്ക് പോവില്ല, കാരണം ഇതൊരു 1 സിറ്റിംഗിൽ തീർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓരോരോ കഥകൾ ഓരോരോ സമയങ്ങളായിട്ട് നമുക്ക് തീർക്കാം. അത്രയും എളുപ്പമാണ് വായിച്ചു തീർക്കാൻ. നമുക്ക് ഇഷ്ടപ്പെടും, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 9 സ്ത്രീകളുടെ കഥയാണെങ്കിൽ കൂടി ഇത് ജെൻഡർ വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ്. അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ. എന്റെ രണ്ടാമത്തെ പുസ്തകം കറുത്തച്ഛനാണ്, SK ഹരിനാഥിന്റെ കറുത്തച്ഛൻ. ഹൊറർ മൂവി കാണുന്ന ഒരു പ്രതീതിയാണ് സത്യം പറഞ്ഞ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് അതിന് പറ്റിയ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ എലമെന്റ്സും ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. ഒരു പ്രേതകഥ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടതൊരു ഭീതിയാണ്, നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട ഒരു ഭീതിയുണ്ട്. ആ ഒരു ഭീതി നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് നന്നായിട്ട് കിട്ടും. പ്രത്യേകിച്ചും കറുത്തച്ഛൻ മേട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് പോകുമ്പം ഇതിന്റെ വിവരണങ്ങളിലൂടെ നമുക്ക് ആ സ്ഥലത്തെ കുറിച്ച് കിട്ടുന്ന ഒരു എനർജി നമുക്കത് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിട്ടും. അയറിന്റെ ആത്മഹത്യയാണ് ഇതിനകത്തുള്ള ത്രെഡ്. പിന്നീട് അയറിന്റെ എക്സ് ലവറും ഫോട്ടോഗ്രാഫറുമായ ഷെഫീഖിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ഷെഫീഖിന് താങ്ങുന്നതിനപ്പുറമായിരുന്നു അയറിന്റെ മരണം. കാരണം ഒരിക്കലും വിചാരിക്കാത്ത ഒരു ആത്മഹത്യ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വം അല്ലാതിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് അയർ ആത്മഹത്യ ചെയ്തു, ആ ചോദ്യത്തിന് പിന്നാലെ പോയി പിന്നീട് ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങളിലേക്ക് അവൻ വഴുതി വീഴുന്നതായിരുന്നു ഈ കഥയുടെ പ്രമേയം. ഇത് ശരിക്കും ഭീതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ദുരാത്മാക്കളുണ്ട്,
അതുപോലെ ഒരു ആത്മാവ് നമ്മളിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് പിന്നീടുണ്ടാവുന്ന അവസ്ഥ എന്തായിരിക്കാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങള്, കുറെ അധികം നമ്മളെ ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ അധികവും പറഞ്ഞിട്ടുള്ളത്. ഷഫീഖിലൂടെ കടന്നു പോകുന്ന ഈ കഥ പിന്നീട് ഷഫീഖിന് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അവരുടെ കഥയായി മാറും. അവർക്ക് വരുന്ന വളരെ മോശമായ അനുഭവങ്ങളിലൂടെ ഈ കഥ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ഹൊറർ മൂവീസും അതുപോലെ ഹൊറർ നോവൽസും വായിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ് കറുത്തച്ഛൻ. ഈ ലോകം നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല, അതിനും അതീതമായ ഒരുപാട് ശക്തികളുണ്ട് നമുക്ക് ചുറ്റും. ആ ശക്തികൾക്കും കൂടി ഉള്ളതാണ് ഈ ലോകം എന്നുള്ളതാണ് നമ്മൾക്ക് ഈ പുസ്തകത്തിലൂടെ കുറച്ചധികം അറിയാൻ പറ്റുന്നത്. അപ്പോ എന്തായാലും ഈ പുസ്തകം വായിക്കാത്തവർ തീർച്ചയായും വായിക്കണം. അങ്ങനെ ഞാൻ ഇന്ന് തിരഞ്ഞെടുത്ത ഈ രണ്ട് പുസ്തകങ്ങളും നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. കറുത്തച്ഛൻ ബൈ SK ഹരിനാഥ്, അതുപോലെ തന്നെ കാളി ബൈ അശ്വതി ശ്രീകാന്ത്. ഈ രണ്ടും രണ്ട് തരത്തിലുള്ള പുസ്തകമാണ്. ഒന്ന് ഹൊറർ ആണെങ്കിൽ മറ്റൊന്ന് മനുഷ്യന്റെ ജീവിതം തന്നെയാണ്. എല്ലാ രീതിയിലും ഒരു സ്ത്രീ അനുഭവിക്കുന്ന പലതരം ജീവിതങ്ങളുണ്ട്. ഇത് പലരിലൂടെ കാണിച്ചു എന്ന് മാത്രം. അപ്പോ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഈയിടയ്ക്ക് വായിച്ച രണ്ട് പുസ്തകങ്ങളാണിത്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത രണ്ട് പുസ്തകങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. അപ്പോ എന്തായാലും നിങ്ങൾക്ക് ഇതില് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ കമന്റ്സിലൂടെയോ അല്ലെങ്കിൽ മൈ വ്യൂസ് ബൈ ലക്ഷ്മി എന്ന ഇൻസ്റ്റാ ഐഡിയിലൂടെ അറിയിക്കുക. ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.